UN കഴിഞ്ഞ ദിവസം തിളങ്ങി നിന്നത് ഇന്ത്യയാണ്. പ്രധാനമായിട്ടും ഈ ലോകത്തെ മുഴുവൻ ഭീകരതയുടെയും ഉറവിടമായ പാകിസ്ഥാനെ ആയിരുന്നു ഉന്നം വച്ചിരുന്നത്. അത് ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്തു. പ്രത്യേകിച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ തന്നെ പ്രധാന ഭീകരാക്രമണങ്ങളുടെ എല്ലാ ഉറവിടം തന്നെ ഒരു രാജ്യം എന്നാണ് ജയശങ്കർ പറഞ്ഞത്. ആ ഒരു രാജ്യം എന്ന് പറയുന്നത് ആർക്കും വായിച്ചെടുക്കാവുന്ന കാര്യവുമായിരുന്നു. അത് ഒരുപക്ഷെ ലോകത്തിനു മുമ്പിൽ ഒരു വലിയൊരു വെളിപ്പെടുത്തലായിരിക്കും നമ്മൾ നടത്തിയതല്ലേ. നമ്മൾ രാഷ്ട്രീയത്തിൽ നമ്മൾ നെപ്പോ കിഡ്സ് എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. രാഹുൽ ഗാന്ധിയും പിന്നെ രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ നമ്മൾ നെപ്പോ കിഡ്സ് എന്ന് വിളിച്ച് കളിയാക്കും. കാര്യം നെപ്പോട്ടിസം കിഡ്സ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഇന്നാരുടെ മകനായതുകൊണ്ട് മാത്രം ഇന്ന സ്ഥലത്തെത്തിയ ആളെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നേപ്പാളിലുണ്ടായ കലാപവും നെപ്പോ കിഡ്സിനെ സംബന്ധിച്ചാണ്. കാര്യം രാഷ്ട്രീയക്കാരുടെ മക്കൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു നെപ്പോ കിഡാണ് ശ്രീ എസ് ജയശങ്കർ. അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധനായിരുന്ന സുബ്രഹ്മണ്യത്തിൻ്റെ മകനാണ്. അപ്പോൾ ഇന്ത്യ കണ്ടിട്ടുള്ള മറ്റ് വിദേശകാര്യ മന്ത്രിമാരിൽ ഇദ്ദേഹത്തെക്കാളും തൊട്ട് മേളിൽ നിർത്താൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് AB വാജ്പേയി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി UN ഇത്രയും പിന്നെ ശോഭിച്ച, ഇത്രയും റെപ്യൂട്ടഡായ, ഇത്രയും ആൾക്കാർ ബഹുമാനിക്കുന്ന മറ്റൊരു വിദേശകാര്യമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. നമ്മുടെ സുഷമ സ്വരാജ് പോലെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇദ്ദേഹം ഒരു ട്രെയിൻഡ് മാനും കൂടെയാണ്. വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രിയായ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കുന്നതിൻ്റെ ഓരോ വാക്കുകളും ലോകത്തിലെ മീഡിയ ശ്രദ്ധിക്കുന്നു. അദ്ദേഹം പറയുന്നതിനകത്ത് രാഷ്ട്രീയമല്ല ഉള്ളത്. അപ്പോൾ എസ് ജയശങ്കർ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിന് ലോകത്തിന് കൊടുക്കുന്ന വെയിറ്റ് ഭയങ്കരമാണ്. അപ്പോൾ അദ്ദേഹം സർവ്വശക്തിയും, ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി തന്നെ നല്ല രീതിയിൽ പാകിസ്ഥാനെ പുകച്ചു വിട്ടായിരുന്നു. അത് പോരാ എന്ന് തോന്നിയിട്ടായിരുന്നു ലാസ്റ്റ് ഹിറ്റ് എന്ന് പറയുന്ന രീതിയിൽ ജയശങ്കറും കൂടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഈ കൊടുക്കുന്നതൊക്കെ നിങ്ങളെ തിരിഞ്ഞു കൊത്തും, ഓർത്തോ എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ ലോക രാജ്യങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഭിക്ഷ വാങ്ങിച്ച്, അതായത് റഷ്യയിൽ നിന്ന് ഒരു ഭിക്ഷ വാങ്ങിച്ചിട്ടുണ്ട്, ചൈനയിൽ നിന്ന് ഭിക്ഷ വാങ്ങിക്കുന്നുണ്ട്, അമേരിക്കയുടെ ഭിക്ഷയും അവർക്ക് വേണം, ഈ ലോകത്തെ സൗദിയുടെ ഭിക്ഷയും വേണം. ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളടുത്തും ഭിക്ഷ വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഭിക്ഷ കൊടുക്കുന്നവർ ഒന്ന് ഓർത്തോളണം, ഇവർ നിങ്ങളെയൊക്കെ തിരിഞ്ഞു കൊത്തും ഒരു ദിവസം. കാര്യം ഇവരാരും ഇവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യവും മതത്തിൻ്റെ താല്പര്യവും അല്ലാതെ ഒരു രാഷ്ട്രം എന്നുള്ള രീതിയിൽ ഒരു താല്പര്യമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഒരു പ്രസിഡൻസും ഇല്ലാതെ രാജ്യത്തിൻ്റെ സൈനിക മേധാവിയും UN അവർ ഒരു ദിവസം ട്രംപിനെ കാണാൻ വെയിറ്റ് ചെയ്യുന്നു. ട്രംപിനെ കണ്ടു, ട്രംപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നിട്ട് ഐക്യരാഷ്ട്രസഭയിൽ പറയുകയും ചെയ്തു. ട്രംപാണ് യുദ്ധം നിർത്തിയത്, അങ്ങനെ തന്നെ എന്ന് പറയുന്ന മാതിരി ട്രംപ് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറയുകയും ചെയ്തു. ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കുന്നതാണ് ഇപ്പം ലോകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത്. അവിടെയുള്ള ജനതയ്ക്ക് കുടിക്കാൻ വെള്ളമില്ല. പാലിന് കിലോയ്ക്ക് 400 രൂപയാണ് 1 ലിറ്റർ പാലിന്. 1 കിലോ തേയിലയ്ക്ക് 4000 കൂടുതൽ രൂപയാണ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ. എത്രയോ കുട്ടികൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നു. പോഷകാഹാരം ഇല്ലാതെ എത്രയോ കുട്ടികൾ കഷ്ടപ്പെടും. അല്ല, അവരുടെ ഈ ധനം മുഴുവൻ ഭീകരതയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കും. അല്ല, വരുമാനമില്ല. അവര് ഒരു സമയത്ത് അവര് കാപ്പിച്ചെടിയും തേയിലച്ചെടിയൊക്കെ വെട്ടിമാറ്റിയിട്ട് അവർ കറുപ്പ് കൃഷി ചെയ്ത് കറുപ്പിൽ കൂടെ ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇന്ത്യ തോക്കുന്നില്ല എന്ന് കണ്ടു. അപ്പം പിന്നെ കറുപ്പ് കൊണ്ട് ഗുണമില്ല, തേയിലത്തോട്ടം ഇല്ലാതായി. അപ്പം അവർ തേയിലയ്ക്ക് അവർ പൂർണ്ണമായിട്ട് അവർ ഇമ്പോർട്ടിന്, അവർക്ക് എല്ലാത്തിനും അവർ ഇമ്പോർട്ടാണ് നോക്കുന്നത്. എന്നാൽ ഫോറിൻ കറൻസി ആണെങ്കിൽ കൊടുക്കാറുണ്ട്, ഇല്ല. രാജ്യത്തിന് വരുമാനമില്ല. ഇപ്പം നമ്മളൊരു വ്യക്തിക്കാണെങ്കിലും വരുമാനമില്ലാതെ ചെലവുകൾ മാത്രം വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും? ആ രാജ്യത്ത് എന്താ വരുമാനം? ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാനം കൃഷി എന്നുള്ള വരുമാനമാണ്. അത് ഇന്ത്യയിൽ നിന്നുള്ള സിന്ധു ജലം നിർത്തിയതോടെ അതും അവസ്ഥ. അതിനു മുമ്പ് ഒരു പ്രളയം ഉണ്ടായപ്പോഴും പാകിസ്ഥാൻ ഏതാണ്ട് തകർന്നുപോയി. മാത്രമല്ല, ഇപ്പോൾ ബലൂജ് എന്ന് പറയുന്നത് അവരുടെ മൊത്തം രാജ്യത്തിന്റെ 40% വരുന്ന ഒരു സ്ഥലമാണ് ബലൂജ്. ആ ബലൂജ് അവർ വേർപെട്ടു പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലും നിൽക്കുകയാണ്. അപ്പം ഇന്റേണലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ വശത്തൂടെയാണ് അപ്പുറത്ത് നിന്ന് താലിബാൻകാർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അടിക്കുന്നത്. അവർ ഒരു സമയത്ത് എല്ലാവരും അടിക്കുമായിരുന്നു, ഇപ്പോൾ എല്ലാവരിൽ നിന്നും കൊള്ളുകയാണ്. ബലൂജികളിൽ നിന്നും കൊള്ളുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊള്ളുന്നുണ്ട്,
ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ഭിക്ഷ വാങ്ങിക്കുന്ന പോലെ അടിയും അവർ എല്ലായിടത്തു നിന്നും മേടിക്കുന്നുണ്ട്. ഈ ജനതയെ പറ്റിയിട്ട് സത്യം പറഞ്ഞാൽ അവർ ഒരു സമയത്ത് നമ്മുടെ സഹോദരന്മാരായിരുന്ന ജനതയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട, വിസ്മരിക്കണ്ട. നമ്മുടെ തന്നെ ഒരു ഭാഗം തന്നെയാണ് അവർ, നമ്മുടെ ഒരു വിട്ടുപോയ സഹോദരൻ തന്നെയാണ്. പക്ഷെ ആ ജനതയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് നമുക്ക് സഹതാപവും അനുതാപവും ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ജനത അത് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ചൊല്ലുണ്ട്, ആ ജനത അർഹിക്കുന്ന നേതാക്കിന് അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക്, ഈ 80 വർഷത്തിനിടയ്ക്ക് നല്ല ഒരു ഇന്റർനാഷണൽ നേതാവെന്ന് പറയാനുള്ള ഒരു പൊളിറ്റീഷ്യന് ആ രാജ്യത്തിന് ഇതുവരെയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ത്യ കണ്ട ഏതെങ്കിലും ഒരു നേതാവിൻ്റെ തൊട്ടടുത്ത് നിർത്താൻ പറ്റുന്ന ഒരു നേതാവിനെ അവർ കണ്ടിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ട് അവർക്കൊരു നേതൃത്വമില്ല. ആകെ ഉള്ളത് അവിടെ ഒരു ISI ഉണ്ട്. ISIയുടെ എല്ലാ ഒരു സ്പൈ ഏജൻസിയാണ്. അവരുടെ ജോലി ഇന്ത്യയെ തകർക്കുക എന്നുള്ളത്. ഇന്ത്യയെ തകർത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ രക്ഷപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പാകിസ്ഥാനിലെ ചുറ്റുമുള്ള എല്ലാ രാഷ്ട്രങ്ങളും പാകിസ്ഥാനെതിരാണ്. ഇന്റേണലായിട്ട് പ്രോബ്ലംസ് ഉണ്ട്. കാര്യം ചൈനയിൽ നിന്ന് അവർ ധാതുക്കൾ ഖനനം ചെയ്യാൻ കൊണ്ടുവന്ന ചൈനീസ് പൗരന്മാരെ ബലൂജുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ UN ഈ പ്രശ്നം വന്നു എന്നുള്ളത് കൊണ്ട് ഒന്നും പാകിസ്ഥാൻ ഇനി അത് ഒതുങ്ങിപ്പോകുമെന്ന് നമ്മൾ കരുതുന്നു. അല്ല, അവർക്ക് ഉള്ളത് ആ ഡോസ് ആൾറെഡി ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. ജലമില്ലാത്തൊരവസ്ഥയിൽ അവിടുത്തെ ജനത എങ്ങോട്ട് പോകും എന്നുള്ളത് നമ്മൾ നേരിട്ട് കൊടുത്ത ഒരു തിരിച്ചടി തന്നെയാണ്. പക്ഷെ ഇത് UN ഇവര് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചു, ഇവർക്കെതിരെ ആഞ്ഞടിച്ചു. ശരി, ഈ UN വന്നിരിക്കുന്ന ഡിപ്ലോമാറ്റ്സിന് എല്ലാ പേർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അവിടെ വേറൊരു കാര്യം, ഇസ്രായേലിനെതിരായിട്ട് ഒരു പ്രമേയം വന്നപ്പോഴത്തേക്ക് 50 രാജ്യങ്ങൾ ഇറങ്ങിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരു മുത്തശ്ശി പത്രം വലിയ വാർത്തയായിട്ട് കണ്ടു. 57 മുസ്ലിം രാജ്യങ്ങളുള്ളതിൽ നിന്ന് 50 പേരാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ അതിൽ പോലും 7 പേര് അവർ കൂടെ ഇല്ല എന്നുള്ളതാണ്. അപ്പം ബാക്കി 193 രാജ്യങ്ങളിൽ 50 പോയിട്ട് ബാക്കി 143 പേരും ഇവർക്കെതിരാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ മീഡിയ ഒരു സൈഡാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇസ്ലാമിക തീവ്രവാദം, ഞാനൊരു മതത്തിനെ പറ്റിയിട്ട് പറയുന്നില്ല, ലോകത്ത് ഇസ്ലാമിക തീവ്രവാദം ലോകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണെങ്കിൽ അതിൻ്റെ ഉത്ഭവസ്ഥാനം, പ്രഭവസ്ഥാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, എപ്പിസെന്റർ എന്നാണ്. അതിൻ്റെ പ്രഭവസ്ഥാനം പാകിസ്ഥാൻ എന്നാണ് ശ്രീ S. ജയശങ്കർ പറഞ്ഞത്. അത് വളരെ കറക്റ്റാണ്. കാര്യം ലോകത്തെ ഏത് രാജ്യത്തും അതിന്റെ പിന്നിൽ ഇവരുടെ ആൾക്കാരും ഇവരുടെ ഫണ്ടിങ്ങും ഉണ്ടാവും. കേരളത്തിൽ തന്നെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ വരാത്ത 10,000-ഓളം പ്രവാസികളുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിൽ വന്നു പോകാത്ത ഏകദേശം 10,000-ഓളം പ്രവാസികളുണ്ട്. ഇവരുടെ എല്ലാ ഡീറ്റെയിൽസ് റോസ് ശേഖരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ വരാത്തത്. അപ്പം അവരിൽ നമുക്ക് സംശയം ഉണ്ടെന്നാണ്. ഒരു സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 വർഷത്തിന് മുമ്പാണ്. അത് ഏത് രാജ്യത്തു നിന്നില്ല. ഏത് രാജ്യത്തു നിന്നും കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യയിലേക്ക് വരാത്തവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഗവൺമെന്റ് ഏജൻസികൾ NIAയും റോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഫണ്ട് ചെയ്തവരാണ്. പക്ഷെ അവരൊരു പക്ഷേ അവിടുത്തെ സിറ്റിസണോ അങ്ങനെ ഇന്ത്യൻ സിറ്റിസന്റെ കാര്യമാണ് പറയുന്നത്. അതെ, ഇന്ത്യൻ സിറ്റിസണാണ്. അവിടെ പോയി അവിടുത്തെ പൗരത്വം സ്വീകരിച്ച് മാറിയവരോ വല്ലവും അവർ ഒരു മുസ്ലിം രാജ്യവും പൗരത്വം കൊടുക്കത്തില്ല. അല്ല, മറ്റുള്ളിടങ്ങളില് മുസ്ലിം കൺട്രി മാത്രമാണോ പറയുന്നത്? അല്ല, അവർ ഉദ്ദേശിക്കുന്ന ഗൾഫ് കൺട്രീസിലാണ്. കാര്യം കേരളത്തിൽ നിന്ന് പോയ ഗൾഫ് കൺട്രീസിൽ പോയി വർക്ക് ചെയ്തിട്ട് 3 വർഷമായിട്ട് കേരളത്തിൽ വരാൻ പറ്റാതെ എൻഗൾഫ്ഡായിട്ട് കിടക്കുന്നത്. കാര്യം ഇവരുടെ എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇന്ത്യൻ ഏജൻസികളുടെ കയ്യിലുണ്ട്. ഇവരുടെയൊക്കെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ ഇവർക്ക് ആ രാജ്യത്ത് നിന്ന് ഇന്ത്യക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചിട്ടേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അവിടുത്തെ നിയമം അനുസരിച്ച് അവർ കുറ്റം ചെയ്തിട്ടില്ല. അവർ ഇന്ത്യയിൽ കാലുകുത്തിയാൽ മാത്രമേ. ഈ ഒരു നിരീക്ഷണം ഇപ്പൊ ഈ സമീപ സമയത്താണോ തുടങ്ങിയത്? അല്ലേ, ഇല്ല, ഇത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയം മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോയപ്പോഴത്തേക്കാണ് ഏകദേശം 15,000-ഓളം പേര് അവര് ഈ ഫണ്ട് ചെയ്തതായിട്ട് അവർ കണ്ടുപിടിച്ചു. അതിൽ 5,000 പേര് ചെയ്തിരിക്കുന്നതൊക്കെ ചെറിയ എമൗണ്ടുകളാണ്. 1,000, 2,000, 5,000 അതൊന്നും ഒരു ടെറർ ഫണ്ടിങ് എന്ന് കണക്കാക്കാൻ പറ്റത്തില്ല. നിസ്സാരമായ തുകകളാണ്. പിന്നെ പലരും ഇത് ഉപയോഗിച്ചിട്ട് ഹവാല ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അവിടെ പൈസ കൊടുത്തിട്ട് പോപ്പുലർ ഫണ്ടിന്റെ പിന്നിൽ ചില ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഒരുപാട് വസ്തു ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സോഴ്സസ് അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാലേ അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവരൊക്കെ ഇന്ത്യയിൽ വരാൻ പറ്റാതെ നിൽക്കുന്നവരാണ്. സാധാരണഗതിയിൽ 3 വർഷത്തിലൊരിക്കൽ ഒരു പ്രവാസി ഇന്ത്യയിൽ വന്ന് പോകാതിരിക്കത്തില്ല. അപ്പോൾ പോകാതിരിക്കണമെങ്കിൽ ഒരു കാരണം കാണുമല്ലോ.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിങ് ആയാലും ശരി തന്നെ കേരളം തൊട്ട് തുടങ്ങി ഇന്ത്യയുടെ ഇങ്ങേ അറ്റം തൊട്ട് തുടങ്ങി കാശ്മീർ വരെയുള്ള ടെററിസ്റ്റുകൾക്കെല്ലാം ഫണ്ട് ചെയ്യുന്നത് ഈ ഭിക്ഷ വാങ്ങിക്കുന്ന പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പോൾ അവരുടെ വരുമാനത്തിന്റെ നല്ലൊരു തുക അവർ ചെലവഴിക്കുന്നത് തീവ്രവാദം വളർത്താനാണ്. ഇതാണ് ജയശങ്കർ പറഞ്ഞത് എപ്പി സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് തൊട്ട് ഗുജറാത്ത് വരെയുള്ള ആ ഒരു സെക്ടർ, കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള ഈ സെക്ടറിൽ മുഴുവൻ പാകിസ്ഥാന്റെ പൈസ ഒഴുകുന്നുണ്ട്. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മാത്രം പൈസയും റിസോഴ്സസും ഇല്ലാന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഈ രാജ്യം അവരുടെ ജനങ്ങളെ പട്ടിണിക്കിട്ടിട്ട് പോലും തീവ്രവാദം വളർത്താൻ വേണ്ടിയിട്ട് അവർ അശ്രാദ്ധം പരിശ്രമിക്കുന്നു എന്നാണ് ശ്രീ ജയശങ്കർ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ. മാത്രമല്ല, അത് അദ്ദേഹം കൊടുത്തത് ഇവരെ ഫണ്ട് ചെയ്യുന്ന എല്ലാ രാജ്യക്കാർക്കും അദ്ദേഹം ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം നിങ്ങളെ തിരിഞ്ഞു കൊത്തും നോക്കിയോ. കാര്യം സൗദി അറേബ്യ ആണ് ഇപ്പോഴും ഏറ്റവും അവസാനമായിട്ട് പാകിസ്ഥാനുമായിട്ട് കരാർ ഒപ്പിട്ട ഒരു രാജ്യം. അവർ നാറ്റോ രീതിയിലൊരു സഖ്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ സൗദി ഇന്ത്യ ആക്രമിക്കും എന്നൊക്കെയാണ് വിവരമില്ലാത്ത ചില പാകിസ്ഥാനികൾ പറഞ്ഞത്. പക്ഷേ പാകിസ്ഥാൻ ഭീകരന്മാർ പാകിസ്ഥാനിൽ നിന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ അല്ലെങ്കിൽ സൗദി അറേബ്യ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. കാര്യം ഇന്ത്യയും അവർ തമ്മിൽ ഒരു മതത്തിന്റെ രാഷ്ട്രം എന്നുള്ള സൗഹൃദം മാത്രമേ ഉള്ളൂ. ഇന്ത്യയായിട്ട് അമേരിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗദിയുടെ ഏറ്റവും വലിയ ഫോറിൻ എക്സ്പോർട്ട് പാർട്ണർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇപ്പോൾ ഇന്ത്യയായിട്ട് ഇപ്പോൾ തന്നെ ഒരു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നത് 30ഓളം സൗദി ഷിപ്പുകൾ ഇന്ത്യ തിരിച്ചയച്ചു. അപ്പം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഉപരോധം നേരിടാൻ വേണ്ടിയിട്ട് സൗദിക്ക് എണ്ണ ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ബാക്കിയെല്ലാം മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. അപ്പം മുസ്ലിം രാജ്യങ്ങളിലെ പോലും അറബ് കൺട്രീസിനെ പോലും വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ നിന്നെല്ലാം അവർ ഫണ്ട് വാങ്ങിക്കുന്നുണ്ട്. ഈ ഫണ്ടെല്ലാം കേരളത്തിലും ഇന്ത്യയിലും ഉള്ള പല ഭാഗങ്ങളിലും വരുന്നുണ്ട്. അപ്പം അതാണ് പറഞ്ഞത്, ലോകത്തെ എല്ലായിടത്തും ഇപ്പോൾ ഖത്തറിലാണെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനകത്ത് പാകിസ്ഥാൻ്റെ ഒരു കേട്ട്. ലോകത്ത് ഏതൊരു ഭീകരവാദം പ്രസ്ഥാനം നടന്നു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം പാകിസ്ഥാനി ഏജന്റുമാർക്കോ അല്ലെങ്കിൽ അവരെ ഹാൻഡിലേഴ്സിനോ കൈയുണ്ടെന്നാണ് ശ്രീ ജയശങ്കർ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അദ്ദേഹം പാരമ്പര്യമായിട്ട് പാകിസ്ഥാനെ പഠിച്ചതാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛനും അദ്ദേഹവും പാകിസ്ഥാനെ നല്ലവണ്ണം, സാറ് ഓർമ്മിക്കുകയാണെങ്കിൽ കാർഗിൽ യുദ്ധത്തിന് ശേഷം അതിനെ പറ്റിയിട്ട് പഠിക്കാൻ നിയമിച്ച സമിതിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു, ജയശങ്കറിന്റെ ഫാദർ ആയത്. അപ്പോൾ അവർ പാരമ്പര്യമായിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.